ഒരു ദുരൂഹ സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വിയേർഡ് സിനിമയാണ്, വിയേർഡ് ക്യാരക്ടേഴ്സ്, അതേപോലെ ഡാർക്ക് സിറ്റാറിക്കൽ ഹ്യൂമർ, ക്വർക്കി വേൾഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ഡയറക്ടർ ഓഫ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നാ താൻ കേസ് കൊടു. ആളുടെ ഫിൽമോഗ്രഫി ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഹിസ് മൂവീസ് ആർ നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ഞാൻ പറയുന്ന സിനിമകളാണ് കനകം കാമിനി കലഹം, മദനോത്സവം, സുമേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഇതൊന്നും എല്ലാവർക്കും കണക്ട് ആവുന്ന സിനിമകളല്ല. പക്ഷെ കനകം കാമിനി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും ഞാൻ എൻജോയ് ചെയ്ത സിനിമകൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ചിലർ ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും, ചിലർ ഈ സിനിമ എൻജോയ് ചെയ്യില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെയും ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ദിസ് മൂവി അല്ലെങ്കിൽ വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ഇതിന്റെ സ്റ്റോറി വളരെ സിമ്പിളാണ്. രണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന രണ്ട് ആൾക്കാർ, ഒരു ചേട്ടനും അനിയനും, സേതുവും മധുവും. അവരുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു ക്ഷണിക്കാത്ത അതിഥി. ആ ഒരു ക്ഷണിക്കാത്ത അതിഥി വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലൂടെ വരുന്ന കുറെ രസകരമായ നിമിഷങ്ങളും അതേപോലെ രസമില്ലാത്ത കുറെ നിമിഷങ്ങളും ചിന്തിപ്പിക്കുന്ന നിമിഷങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ഒരു കഥ. അപ്പൊ ഈ ഒരു കഥ വളരെ നോർമലാണ്. നമ്മൾ എവിടെയെങ്കിലും കണ്ടൊരു സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇത് പറഞ്ഞ രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു ഓഫീസ് അസിസ്റ്റന്റ്, ആ ഓഫീസ് അസിസ്റ്റന്റിന് ആകെ ഒരു കൂടപ്പുറപ്പായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹിക്കാൻ ആകെ ഒരു ആളെ ഉള്ള ചേട്ടനാണ്. ആ ചേട്ടൻ കിടപ്പിലാണ്. അതല്ലാണ്ട് ആ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ജീവിതത്തിൽ കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. ആരും അയാൾക്കൊരു വില കൊടുക്കുന്നില്ല. എല്ലാവരും താഴ്ത്തി കാണുന്ന ഒരു മനുഷ്യൻ. ആ അപമാനം എല്ലാം സഹിച്ച് അതൊരു നിമിഷം പൊട്ടിത്തെറിക്കുമല്ലോ. അതാണ് ഈ സിനിമയുടെ ഒരു പോയിന്റ്. പിന്നെ ഇതിലെ പെർഫോമൻസസ്, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അവസാനത്തെ 3-4 അല്ലെങ്കിൽ എത്രയോ 4-5 വർഷത്തുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെ കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറിനെ കാണാൻ പറ്റില്ല. ആ ഒരു പഴയ ചോക്ലേറ്റ് ബോയ് ഇമേജ് ഉള്ള ഒരു ആക്ടറിനെ കാണാൻ സാധിക്കില്ല. കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി ആക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ സിനിമകളും നോക്കിയാൽ പോലും എല്ലാത്തിലും ഓരോ ലുക്ക്, ഓരോ മാനറിസം, ഓരോ കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ്. ഇതിനകത്തും അങ്ങനെ തന്നെ എന്തൊരു ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു സേതു എന്ന ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് ജീവിച്ച് ഇതിനകത്ത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. സൂപ്പർ ആക്ടർ ആൻഡ് സൂപ്പർ ട്രാൻസ്ഫോർമേഷൻ. ഇനിയും അടുത്ത കുഞ്ചാക്കോ ബോബന്റെ സിനിമകൾക്ക് വേണ്ടി ശരിക്കും കാത്തിരിക്കുന്നു. മമ്മൂട്ടിയുടെ വേറെ വകഭേദമാണെന്ന് തന്നെ ഇപ്പൊ പറയാൻ സാധിക്കും. പിന്നെ ദിലീഷ് പോത്തൻ ഇതിനകത്തൊരു ഹാഫ് പാരലൈസ്ഡ് ആണ്, ബെഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ബെഡിൽ ഇരുന്നിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ കിടത്തിയാൽ പോലും അടിപൊളിയായിട്ട് അഭിനയിക്കാൻ ഒരു രീതിയിൽ ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ സജിൻ ഗോപു സൂപ്പർ. ചിദംബരം ഡെബ്യൂ ആണ്, കിടിലായിരുന്നു. അതേപോലെ ഒരു മെയ്ഡ് ഉണ്ട്, നമ്മുടെ ജാഫർ ഇടുക്കി. എല്ലാവരും ഗംഭീരമായിട്ട് അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര വീടാണ്. എസ്പെഷ്യലി ഇതിനകത്ത് ഈ സിനിമ ഇവോൾവ് ചെയ്യണമെന്ന് തന്നെ സേതു, മധു, അതേപോലെ സജിൻ ഗോപയുടെ ഈ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ്. ആൻഡ് ഇവരുടെ ക്യാരക്ടേഴ്സ് വിയേർഡ് ആണെങ്കിലും നമ്മൾ ഇവരായിട്ട് ഇമോഷണലി കണക്ട് ആവും ഈ ഒരു 2.25 മണിക്കൂർ റൺ ടൈമിൽ. പിന്നെ ഈ സിനിമ ഒരു സ്ലോ ബേണർ ആണ്. വളരെ പതിയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ക്ഷമ വേണം, പേഷ്യൻസ് വേണം. ഇതൊരു കോമഡി പടമാണ്, കുറച്ച് സെറ്റാരിക്കൽ കോമഡി പടമാണെന്ന് പ്രതീക്ഷിച്ച് പോകരുത്. പക്ഷെ ഇതൊരു കോമഡി സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്, കുറച്ച് ത്രില്ലിംഗ് ആണ്, അതേപോലെ സറ്റയർ എലമെന്റ് എല്ലാം അടങ്ങിയ ഒരു സിനിമയാണ്. പടത്തിൽ കോമഡി ഉണ്ട്, പക്ഷെ എന്നാലും ഇത് ചിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കണക്ട് ആവാതെ പോയിന്ന് വരും. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കണ്ടിരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഞാൻ അതിലും കൂടുതൽ എൻജോയ് ചെയ്തു. എസ്പെഷ്യലി സിനിമയുടെ അവസാനത്തെ 20 മിനിറ്റ്. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ പോലും ഈ സിനിമ എൻഡ് ചെയ്ത രീതി കണ്ടപ്പോൾ ഈ കംപ്ലീറ്റ്ലി സിനിമ ആദ്യം മുതലേ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയോണ്ടാണ് ഇപ്പം ഇങ്ങനെ അവസാനിച്ചത്, നമ്മളെ കൊണ്ട് കംപ്ലീറ്റ്ലി ആലോചിപ്പിക്കും. സൊസൈറ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്യും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസിന് വേണ്ടി. അങ്ങനെ കുറെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും കുറെ സംഭവങ്ങൾ നമ്മളെ കാണിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ചിലപ്പോൾ ഇതിൽ കാണിക്കുന്ന ആ ഒരു മോറൽ, ഇതിന് കാണിക്കുന്ന പൊളിറ്റിക്സ് ചിലപ്പോൾ വേറെ സിനിമകളെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനകത്ത് വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ്ലി വയനാടിലാണ്. അത് ഭയങ്കര നന്നായിട്ട് തന്നെ സിനിമാറ്റോഗ്രഫി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഒക്കേഷനാണ് ഫീൽ ചെയ്തത്. എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, കളറിങ് എല്ലാം ഗംഭീര തന്നെയായിരുന്നു. ഓവറോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമ, ഡിഫറെന്റ് വേൾഡ്, ഗ്രേറ്റ് പെർഫോമൻസസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമ. എനിക്ക് പേഴ്സണലി ഈ വർഷം കണ്ടതിൽ വൺ ഓഫ് മൈ ബെസ്റ്റ് വാച്ചസിൽ ഒന്നാണ് ഈ സിനിമ. ഏതായാലും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.